ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം തം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അഥ ത്രയോവിംശോധ്യായം, 23-ാമത്തെ അധ്യായം. ഈ അധ്യായത്തില് കർദമന്റെയും പത്നിയുടെയും ദാമ്പത്യ വർണ്ണനം വളരെ വിശദമായിട്ടാണ്. ഇവരുടെ ദാമ്പത്യ വർണ്ണനം അവിടെ വിതുര മഹാശയന് മൈത്രേയ മഹർഷി ഉപദേശിക്കുന്നത്. ഈ തൃതീയ സ്കന്ധവും ചതുർത്ഥ സ്കന്ധവും വിതുര മൈത്രേയ സംവാദമാണ്. സർഗം എന്താണ്, വിസർഗം എന്താണ് എന്നുള്ള സംഗതികള് അവിടെ പ്രധാനമായും വിതുര മഹാശയന് ഉപദേശിക്കുന്നു. കൂടെ ഭഗവാന്റെ കഥകളും സാഖ്യം തുടങ്ങിയിട്ടുള്ള തത്വശാസ്ത്രങ്ങളും ഒക്കെ ഉപദേശിക്കണം. അപ്പൊ അത് പറഞ്ഞു വരുന്ന സമയത്താണ് ഈ സ്വയംഭൂ മനുവിന്റെ മകള് ദേവഹൂതി ദേവിയെ കർദമ പ്രജാപതിക്ക് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്ത കഥ നമ്മൾ നേരത്തെ കേട്ടത്. അവര് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ വൃത്താന്തം. ഇപ്പൊ വിവാഹം കഴിഞ്ഞു എന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവർക്ക് കുട്ടികളുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എങ്ങനെയാണ് അവരുടെ ആ ദാമ്പത്യം ഉണ്ടായതെന്ന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആ അധ്യായത്തിലേക്ക് കടക്കാം. മൈത്രേയ ഉവാച പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വി പതിമിംഗിത കോവിദ നിത്യം പര്യചരത് പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. പിതൃഭ്യാം പ്രസ്ഥിതേ, അച്ഛനും അമ്മയും പോയതിൽ പിന്നെ ഇംഗിത കോവിദ, ഭർത്താവിന്റെ ഹിതമറിഞ്ഞ് ശുശ്രൂഷിക്കുവാൻ സമർത്ഥയും സാധ്വി, പതിവ്രതയുമായ ദേവഹൂതി ദേവി, ഭവാനി ശ്രീപാർവതി, പ്രഭും സർവേശ്വരനായ, ഭവം ഇവ ശിവനെ എന്ന പോലെ, പതിം ഭർത്താവിനെ, പ്രീത്യ പ്രീതിപൂർവം, നിത്യം നിത്യവും, പര്യചരത് പരിചരിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോ അവരുടെ വിവാഹം ഈ കർദമാശ്രമത്തിൽ വെച്ച് മംഗളകരമായിട്ട് അവസാനിച്ചു. ധാരാളം സമ്മാനങ്ങളും ആഭരണങ്ങളും ഒക്കെ അമ്മ മകൾക്ക് കൊടുത്തു എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അതിനുശേഷം അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബ്രഹ്മാവും അത് കണ്ടു നിന്ന ഋഷീശ്വരന്മാരും ദേവന്മാരും ഒക്കെ അവരുടെ ലോകങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഭാഗവതത്തിലെ ആദ്യത്തെ വിവാഹമാണ്. നേരത്തെ അവിടെ ആദ്യോ വിവാഹം എന്ന് പറഞ്ഞു. ഭാഗവതത്തിൽ ആദ്യമായിട്ടൊരു വിവാഹ കഥ പറയുന്നു. വിവാഹ സമ്പ്രദായത്തിലെ ആ 8 പദ്ധതികളില് ആദ്യത്തെ പദ്ധതിയിലുള്ള വിവാഹം. ഇങ്ങനെ 2 രീതിയിലും ഇത് ആദ്യത്തെ വിവാഹമാണ്. അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഇവിടെ ഈ കർദമന്റെ ആശ്രമത്തില് വധുവും വരനും തനിച്ചായി. അതാണ്. തുടർന്ന് ഈ ദേവഹൂതി ദേവി എങ്ങനെയാണ് തന്റെ ഭർത്താവിനെ പരിചരിച്ചത്? അവിടെ നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞത്. പതിവ്രതാധർമ്മത്താൽ ദേവഹൂതി ദേവി ആ ശ്രീപാർവതി ദേവി ശ്രീപരമേശ്വരനെ എപ്രകാരമാണോ അപ്രകാരമാണ് തൻ്റെ ഭർത്താവായിട്ടുള്ള കർദമ പ്രജാപതിയെ പരിചരിച്ചിട്ടുള്ളത്. എന്തിനാ അവിടെ ശ്രീപരമേശ്വരനെയും പാർവതി ദേവിയും ഉദാഹരിച്ചത്? പൊതുവെ നമ്മൾ വിവാഹം കഴിയാൻ നേരത്തെ ഭാഗവതം തന്നെ പറയണ്ടായി, ദാമ്പത്യാർത്ഥം ഉമാംസതയും. സാധ്വീരത്നമായിട്ടുള്ള പാർവതി ദേവിയെ കേരളത്തിലൊക്കെ നമ്മൾ സ്വയംവര പാർവതി പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, തിങ്കളാഴ്ച ദിവസം ശ്രീപരമേശ്വരന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് തിങ്കളാഴ്ച വ്രതമൊക്കെ എടുത്ത് ശ്രീപരമേശ്വരനെ പൂജയും അഭിഷേകവും ഒക്കെ ചെയ്ത് ഭഗവാന് നിവേദിച്ച നിവേദ്യ സാധനങ്ങൾ മാത്രം ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റു വസ്തുക്കളൊന്നും കഴിക്കില്ല. രാത്രി ഭക്ഷണമൊന്നും കഴിക്കാതെ ഉപവസിച്ച് ഇങ്ങനെയൊക്കെയാണ് തിങ്കളാഴ്ച വ്രതം എടുത്തിരുന്നത് പണ്ട് കാലത്ത്. ഇപ്പോഴും അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ വിവാഹം കഴിയാനും തുടർന്ന് നല്ല രീതിയിൽ ആ ദാമ്പത്യവും ഗൃഹസ്ഥാശ്രമവും ഒക്കെ കൊണ്ടു നടക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ശ്രീപരമേശ്വരനെയും പാർവതി ദേവിയാണ് പൊതുവെ ഈ വിവാഹ കാര്യങ്ങള് പൂജിക്കുകയും മറ്റൊക്കെ ചെയ്യാം. അല്ലെ, സുവാസിനി പൂജ, ഇങ്ങനെയൊക്കെയുള്ള അനേകം പൂജാ പദ്ധതികളില് ഈ ശ്രീപരമേശ്വരനെയും ശ്രീപാർവതി ദേവിയെയും ആ ഭർത്താവും ഭാര്യയുമായിട്ട് തന്നെ സങ്കല്പിച്ച്, ശ്രീപരമേശ്വരന്റെ മടിയിലിരിക്കുന്ന ശ്രീപാർവതിയായിട്ട് സങ്കല്പിച്ച് പൂജിച്ച്, അതേ ഭാവത്തില് ഭാര്യ ഭർത്താക്കന്മാരെ അവിടെ ബാഹ്യമായി പൂജിച്ച് രണ്ടുപേർക്കും
ഈ നിവേദ്യാദികളും ദാനങ്ങളും മറ്റൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ച് ഒക്കെ ഈ വിവാഹം കഴിയാൻ വേണ്ടിയൊക്കെ അനേകം പൂജാ പദ്ധതികളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ എല്ലാ നാട്ടിലുള്ളതാണ്, ഭാരതത്തിലുടനീളം. അപ്പൊ അവിടെയൊക്കെ ഈ ശ്രീപരമേശ്വരന് ഇനി നമ്മൾ കഥകളെടുത്ത് നോക്കിയാൽ ശ്രീപരമേശ്വരനും പാർവതിയും പോലുള്ള ഒരു ദാമ്പത്യം വേറെ എവിടെയും കാണില്ല. മാത്രമല്ല സാധാരണ നമ്മൾ ഈ വിവാഹ കാര്യങ്ങൾ പറയുമ്പോൾ 10 പൊരുത്തവും വേണമെന്നൊക്കെ പറയും. എന്നാൽ ശ്രീപരമേശ്വരനെയും പാർവതി ദേവിയെയും നോക്കിയാൽ ഒരു തരത്തിലുള്ള പൊരുത്തങ്ങളും അവർ തമ്മിലില്ല. കുമാരസംഭവം പോലെയുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള ഈ ശ്രീപരമേശ്വരനെയും പാർവതി ദേവിയുടെയും കഥ പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് പല മഹാത്മാക്കളും. അവിടെ ശ്രീപരമേശ്വരൻ തന്നെ ഈ തപസ്സനുഷ്ഠിക്കുന്ന പാർവതി ദേവിയുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിലോ ബ്രാഹ്മണന്റെ വേഷത്തിലോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ശ്രീപരമേശ്വരന്റെ അപഖ്യാതികൾ ഈ പാർവതി ദേവിയോട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭങ്ങൾ കാണാം, വളരെ രസകരമായിട്ട്. അതൊക്കെ എത്രയോ കവികൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ടുമുണ്ട്. കാരണം ശ്രീപരമേശ്വരനെ നമുക്കറിയാം, ഭഗവാന്റെ കഥകളിലൂടെ നമുക്കറിയാലോ, ശ്രീപരമേശ്വരൻ ചിലപ്പോൾ ചുടലയിൽ താമസിക്കുന്നു, ചിലപ്പോൾ സമുദ്രത്തില്, ചിലപ്പോൾ ഭക്തന്മാരുടെ അടുത്ത്, ചിലപ്പോൾ കൈലാസത്തില്. ഇങ്ങനെ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഉത്തരവില്ല. ഇനി അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ നോക്കൂ, ആനത്തോലും പുലിത്തോലും ഒക്കെ കൊടുത്ത് നടക്കും. എന്നാൽ സർവാഭരണ വിഭൂഷണനായിട്ട് നടക്കും, സുന്ദരേശ്വരനാണ്. ചിലപ്പോൾ യാതൊന്നും എടുക്കാതെ ദിഗംബരനായിട്ട് നടക്കുന്നത് കാണാം. ചിലപ്പോൾ താണ്ഡവമാണ്, ചിലപ്പം വളരെ ലാസ്യമാണ്, ചിലപ്പോൾ ശൃംഗാരഭാവത്തിലാണ്, ചിലപ്പം ഭയങ്കര ഘോരഭാവത്തിലാണ്. ആഭരണങ്ങളൊക്കെ നോക്കൂ, നല്ല കൊടും വിഷമുള്ള സർപ്പങ്ങളും മറ്റുമൊക്കെയാണ്. ഇങ്ങനെ കയ്യിൽ അഗ്നിയും തലയിൽ ഗംഗാതീർത്ഥവും ഒക്കെ ആയിട്ടാണ്, യാതൊരു പൊരുത്തവും ഇല്ലാതെയാണ് ശ്രീപരമേശ്വരൻ. സഞ്ചരിക്കാനാണെങ്കിൽ ഒരു കഴുട്ട് കളവൻ കാള, കൂടെ നടക്കുന്നത് ഭൂതഗണങ്ങൾ, കണ്ടാൽ തന്നെ ഭയം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ശ്രീപരമേശ്വരനെയാണ് ഈ പർവ്വത രാജാവായിട്ടുള്ള ഹിമവാന്റെ പുത്രയും പാർവതി ദേവി വിവാഹം കഴിക്കണത്. ആ വിവാഹത്തിന് നമ്മൾ ശിവപുരാണമൊക്കെ വായിക്കുമ്പോൾ അവിടെ ആദ്യം ഈ പാർവതി ദേവിയുടെ അമ്മ മേനക, കുട്ടിക്കാലം തൊട്ടേ മേനക എന്നൊക്കെ വിളിക്കുക അവരെതിരായിരുന്നു അമ്മ. കാരണം ഏതൊരമ്മ ആഗ്രഹിക്കും കുട്ടികൾ നല്ല ഭർത്താവിൻ്റെ അടുക്ക് എത്തണം എന്നാണ്. ആ അമ്മ സങ്കല്പിക്കുന്ന ഒരു യോഗ്യതയും ഈ മകള് കണ്ടെത്തിയ വരന് ഇല്ല എന്നാണ് അമ്മയുടെ അഭിപ്രായം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒന്നുകൊണ്ട് നിനക്കൊരു ചേർച്ചയില്ലാത്ത ആളാണ്. അതുകൊണ്ട് കുട്ടിക്കാലത്തെ ഈ പാർവതിയെ തപസ് ചെയ്യാനും ശിവനെ ധ്യാനിക്കാനും ഒന്നും സമ്മതിക്കില്ല. ഊമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ തപസ്, മാ എന്ന് പറഞ്ഞാൽ അരുത്. കുട്ടി നീ തപസ് ചെയ്യരുത്, ഊമ. ഇങ്ങനെ ഊമ എന്ന് വിളിച്ചിട്ടാണ് പാർവതി ദേവിക്ക് ഉമാദേവി എന്ന പേരുണ്ടായത് അത്രേ. അപ്പൊ എന്തായാലും പിന്നീട് പാർവതി ദേവി ശ്രീപരമേശ്വരനെ ഇവരുടെ വിലക്കുകളൊന്നും വില വെക്കാതെ വിവാഹം കഴിക്കുന്നുണ്ട്. അവിടെ ശിവപുരാണത്തിൽ ആ ശ്രീപരമേശ്വരൻ സർവാഭരണ വിഭൂഷിതനായി നന്ദികേശ്വരന്റെ പുറത്ത് വിവാഹത്തിന് വരുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ സുന്ദരമായി വർണ്ണിക്കുന്നുണ്ട്. അപ്പം ശ്രീപരമേശ്വരന്റെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞ മേന പോലും അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അത്രയും സൗന്ദര്യം ലോകത്തിൽ വേറെ ആർക്കും ഇല്ല. പക്ഷെ അതേസമയം ഭഗവാന് അനേകം ഭാവങ്ങളും അനേകം രൂപങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ എങ്ങനെ കൊണ്ടു നടക്കും? ഈ കൊട്ടാരത്തിൽ സുഖ സൗകര്യങ്ങളുടെ നടുക്കുണ്ടായിട്ടുള്ള പാർവതി ദേവി എങ്ങനെ ഈ ശ്രീപരമേശ്വരനെ പോലുള്ള ഒരാളെ കൊണ്ട് നടക്കും? എന്നാൽ വളരെ അങ്ങനെയാണ് ശരിക്കും. നമ്മൾ പൊരുത്തമൊന്നും ഇല്ലാത്തയിടത്താണ് ശരിക്കും പൊരുത്തം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷികളൊക്കെ ഈ പൊരുത്തമൊക്കെ പറഞ്ഞു വെച്ച അവസാനം പറയും ഈ പൊരുത്തങ്ങളൊന്നും ഇല്ലെങ്കിലും മനപ്പൊരുത്തം ഉണ്ടായാൽ മതി. അപ്പൊ ഇങ്ങനെ മനപ്പൊരുത്തം മാത്രമല്ല, തൻ്റെ സർവസ്വവും പത്നിയായിട്ടുള്ള ഈ പാർവതി ദേവിക്ക് കൊടുത്തയാളാണ് ശ്രീപരമേശ്വരൻ. അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സങ്കല്പം കൂടിയാണ്. തൻ്റെ അർദ്ധശരീരം തന്നെ പത്നിക്ക് വിട്ടുകൊടുത്തയാളാണ് ശ്രീപരമേശ്വരൻ. അങ്ങനെയുള്ള ആ ശ്രീപരമേശ്വരനെ അത്രയും നന്നായിട്ടാണ് പാർവതി ദേവി കൊണ്ട് നടന്നിട്ടുള്ളത്. കാരണം വലിയ ബുദ്ധിമുട്ടാണ് ശ്രീപരമേശ്വരനെ കൊണ്ട് നടക്കാൻ. ഈ വൈരുദ്ധ്യങ്ങളും വൈചിത്ര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രീപരമേശ്വരനിലും മറ്റൊക്കെ ആരോപിക്കുമെങ്കിലും അവരുടെ വീടിനെ, ശ്രീപരമേശ്വരന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ അവരെവിടെ താമസിക്കുന്നത്? കൈലാസത്തില്. അഡ്രസ് കൈലാസാണ്. പാർവതി പരമേശ്വരന്മാർ കൈലാസം, ഹിമാലയം നടിച്ചാൽ കത്തവിടെ കിട്ടും. കൈലാസം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം തന്നെ കേനലാസഹ അനേന ഇതി കൈലാസം. എവിടെയാണോ ലാസം എന്ന് പറഞ്ഞാൽ ആനന്ദം, എവിടെയാണോ ആനന്ദമുള്ളത് അതിനെയാണ് കൈലാസം എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ കൈലാസമാവണമെങ്കിൽ ഭർത്താവ് ശ്രീപരമേശ്വരനെ പോലെ ആയിരിക്കണം, ഭാര്യ പാർവതി ദേവിയെ പോലെ ആയിരിക്കണം. അപ്പം അത്ര നന്നായിട്ടാണ് ഇവിടെ. കാരണം ഇവിടെ കർദമ പ്രജാപതി ശ്രീപരമേശ്വരനെ പോലെ തപസ്വിയാണ്, യോഗിയാണ്, സന്യാസിയാണ്, സന്യാസധർമ്മം കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. എന്നാൽ ഈ ദേവഹൂതി ദേവിയോ ചക്രവർത്തിയായിട്ടുള്ള മനുവിന്റെ മകളാണ്. എന്നിട്ട് ദേവഹൂതി വളരെ നന്നായി തൻ്റെ ഭർത്താവിനെ പരിചരിച്ചു. അവിടെ നിത്യം, അതാണ് ഈ വിവാഹത്തിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, എന്നും വേണ്ട കാര്യങ്ങളാണ്, എപ്പോഴും വേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിന് ലീവൊന്നുമില്ല, ദാമ്പത്യത്തിൽ ലീവൊന്നുമില്ലല്ലോ. വിവാഹനാൾ തൊട്ട് മരിക്കുന്നത് വരെ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ചെയ്തേ പറ്റൂ. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കൂ, സാധാരണ ഭർത്താക്കന്മാർ പറയും അല്ലേ, ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് പറയും. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ പറയാറില്ല, അല്ലേ, ഹോം മെയ്ഡാണ് എന്നൊക്കെ പറയാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, ഭർത്താവിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട് വീട്ടിലെ സ്ത്രീകൾ, അവരുടെ ഭാര്യമാരെ. കാരണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, പിന്നെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കൂ. വീട് മുഴുവൻ അടിച്ചു വൃത്തിയാക്കണം, ആ വസ്ത്രങ്ങളൊക്കെ അലക്കി തിരുമ്പി ഇസ്തിരിയൊക്കെ ഇട്ട് കുട്ടികളെയൊക്കെ നോക്കണം, വീട്ടിലെ പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ ശുശ്രൂഷിക്കണം, വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കണം. ഇങ്ങനെ എപ്പോഴും പിടിപ്പത് പണിയുണ്ട് നല്ലൊരു പത്നിക്ക്. അത് ഏത് സമ്പ്രദായത്തിലായാലും. ഇപ്പോൾ ഇവിടെ കാട്ടിനകത്ത് പർണശാലയൊക്കെ കെട്ടി താമസിക്കുകയാണെങ്കിലും കൊട്ടാരത്തിൽ താമസിക്കുകയാണെങ്കിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു പത്നിക്ക്. അതൊന്നും ഒരു മടി കൂടാതെ എല്ലാ ദിവസവും നിർവഹിച്ചു ദേവഹൂതി ദേവി. അതാണ് നിത്യം പര്യചരൽ പ്രീതിയ. പ്രീതിപൂർവമാണ്, ഒരു അമർഷമോ വിദ്വേഷമോ തനിക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചുവല്ലോ. കാരണം കൊട്ടാരത്തിൽ ഇരിക്കുന്ന പെൺകുട്ടിയാണ് ഒരു സന്യാസിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ആ പെൺകുട്ടിക്ക് ഭർത്താവിനോടും തൻ്റെ വീട്ടുകാരോടൊക്കെ ഒരു ഈർഷയും വിദ്വേഷവും ഒക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നും അശേഷം ഇല്ല. അതാണ് ഇവിടെ പ്രീത്യ എന്ന് പറയുന്നത്. വളരെ സന്തോഷപൂർവമാണ് ഈ ദേവഹൂതി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. അതിൻ്റെ സൗന്ദര്യം, ആ ദാമ്പത്യ ബന്ധത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ഈ നമ്മുടെ മൈത്രേയ മഹർഷി വിതുരന് ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ട് അവരുടെ ദാമ്പത്യമാണ് വർണ്ണിക്കുന്നത്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഈ ഭാഗവത ഉപദേശം എന്നൊക്കെ അല്ലേ പറയാ. അപ്പൊ ഇവിടെ ഇതൊരു ഉപദേശമായിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, ഇവിടെ 7 ദിവസം മാത്രം ആയുസുള്ള പരീക്ഷത്തിനോ ഈ ശൗനകാദി ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ശൗനകാദികൾക്കോ ഇതിപ്പം കേൾക്കുന്ന സകലതും ഉപേക്ഷിച്ചിറങ്ങി തിരിച്ച് വിതുരനോ ഒന്നും വേണ്ടിയിട്ടല്ല ഇതിലെ പല ആശയങ്ങളും പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നമ്മളെ പോലെയുള്ള ഈ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും പ്രയോജനപ്രദമായ നിരവധി ആശയങ്ങൾ ഇവിടെ ഈ മൈത്രേയ മഹർഷി വിതുരന് ഉപദേശിക്കുന്നതായിട്ട് കാണാം. കാരണം ഇത് പുരാണങ്ങളുടെ ഒരു സ്വഭാവമാണ്. പുരാണങ്ങളില് ധർമ്മം ഉപദേശിക്കുന്ന സമയത്ത് നേരിട്ട് ധർമ്മം ഒരു ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല, മറിച്ച് ഒരു കഥാസന്ദർഭത്തിൽ ആ കഥയുടെ ഭാഗമായിട്ട് അതാത് ധർമ്മങ്ങൾ. ഇപ്പൊ രാജാവിന്റെ കഥ പറയുമ്പോൾ രാജാവ് കൊണ്ട് നടക്കേണ്ട ധർമ്മങ്ങൾ, നമ്മൾ പൃഥുചരിത്രം വായിക്കുന്ന സമയത്തോടെ രാജാവിന്റെ ധർമ്മങ്ങൾ പൃഥുവിന്റെ ധർമ്മങ്ങളായിട്ട് ആരോപിക്കുന്നത് കാണാം. അപ്പൊ അതുപോലെ ദാമ്പത്യധർമ്മം എന്താണ് എന്നുള്ളത് ഇവിടെയാണ് പറഞ്ഞു പോകുന്നത്. എങ്ങനെയായിരിക്കണം ദമ്പതിമാർ അവരുടെ ജീവിതം കൊണ്ട് നടക്കേണ്ടത്. അപ്പൊ തുടർന്ന് വരുന്ന ശ്ലോകം നോക്കൂ. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ വിസൃജ്യ കാമം ദംഭം ച ദ്വേഷം ലോഭമഖം മദം അപ്രമത്തോദ്യത നിത്യം തേജീയാംസമതോഷയത്. ഭോ അല്ലയോ വിതുര. ഭോ എന്നുള്ളത് സംബുദ്ധിയാണ്, സംബോധനയാണ്. എടോ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അങ്ങനെ വിളിക്കുകയാണ്. ഭോ അല്ലയോ വിതുര. കാമം കാമവും, ദംഭം കാപട്യവും, ദ്വേഷം കോപവും, ലോഭം അത്യാഗ്രഹവും, അഖം അരുതാത്തത് ചെയ്യുന്നതിനെയും, മദം ച അഹങ്കാരത്തെയും വിസൃജ്യ ഉപേക്ഷിച്ച്, വിശ്രംഭേണ വിശ്വാസത്തോടും, ആത്മശൗചേന പരിശുദ്ധിയോടും, ഗൗരവേണ അത്യാദരവോടും, ദമേന ച ഒതുക്കത്തോടും, സൗഹൃദേന സൗഹൃദത്തോടും, മധുരയ മനോഹരമായ, വാചാച്ച സംഭാഷണത്തോടും കൂടിയ, ശുശ്രൂഷയാൽ അപ്രമത്ത പ്രമാദം പറ്റാത്ത, ഉദ്യത
ജാഗരൂകയുമായി വർത്തിച്ചുകൊണ്ട് നിത്യം ദിവസേന തേജീയാംസം മഹാതേജസ്വിയായ ഭർത്താവിനെ അതോഷയത് അത്യന്തം പ്രീതിപ്പെടുത്തി. അപ്പൊ ഈ 2 ശ്ലോകങ്ങളില് നേരത്തെ അവിടെ അല്ലേ അവര് എല്ലാ ദിവസവും ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞു. ആ ശുശ്രൂഷ എങ്ങനെയായിരുന്നു എന്നാണ് ഈ 2 ശ്ലോകങ്ങളില് പറയുന്നത്. അപ്പൊ അവിടെ പറഞ്ഞു ദേഹശുദ്ധി, മനഃശുദ്ധി, വിശ്വാസം, ആദരവ്, സേവന തൽപരത, മധുരമായ വാക്ക്, ഭോഗാസക്തി, അനുസരണം, കാപട്യാദികളായ ദുർവാസനകളുടെ നിരാകരണം എന്നിവ കൊണ്ട് അതിതേജസ്വിയായ തന്റെ ഭർത്താവിനെ ദേവഹൂതി സന്തോഷിപ്പിച്ചു. അവിടെ നമ്മൾ ആ ശ്ലോകങ്ങൾ വായിച്ചാൽ ദാമ്പത്യത്തില് പാലിക്കേണ്ടതായിട്ടുള്ള 7 കാര്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. 7 നെടുന്തൂണുകൾ ദാമ്പത്യത്തിന്റെ അല്ലെ. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയ സൗഹൃദേന വാചാ മധുരയാ ജഭോ. 7 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് എന്ത്? വിശ്രംഭം. വിശ്രംഭം എന്നുള്ള വാക്കിന് അവിടെ വിശ്വാസം എന്നർത്ഥം. സാധാരണ നമ്മൾ വിശ്വാസം എന്നുള്ള വാക്ക് അല്ലെ, ഈശ്വര വിശ്വാസം, പരസ്പര വിശ്വാസം എന്നൊക്കെ ഈ വിശ്വാസം എന്നുള്ള വാക്കിനെ കൂട്ടിക്കെട്ടാറുണ്ട് പലതരമാണ് അല്ലെ. ഈശ്വരനോട് ചേർത്ത് പറയുമ്പോൾ ഈശ്വര വിശ്വാസം, ജനങ്ങൾ തമ്മിലാവുമ്പോൾ പരസ്പര വിശ്വാസം. പക്ഷെ വിശ്വാസത്തിന് പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കുഴപ്പം ഉറപ്പുള്ള കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടില്ല എന്നാണ്. നമ്മൾ അങ്ങനെയല്ല. വർത്തമാനമൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അച്ഛനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. എനിക്ക് അച്ഛനുണ്ടല്ലോ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കേണ്ട കാര്യമല്ല. അറബിക്കടൽ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസം എന്നുള്ള വാക്കിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പൊതുവെ ഈ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു അസത്യത്തിന്റെ ഒരു അംശമുണ്ട്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ വിശ്വാസമാണ്, വിശ്വാസമല്ലേ എല്ലാം എന്നല്ല, വിശ്വാസമാണ് സത്യത്തിൽ ഈ ധാർമ്മികമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനം. കാരണം വിശ്വാസം ഇല്ലെങ്കിൽ ധർമാചരണം സാധ്യമല്ല. ധർമാചരണം എന്ന് പറയുമ്പോൾ രാജ്യത്ത് രാജാവും ജനങ്ങളും ഇല്ലേ, ജനങ്ങളെ രാജാവിന് വിശ്വാസം ഉണ്ടാവണം, ഭരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാവണം, ഭരിക്കുന്നവരെയും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം അല്ലേ. ഭരിക്കുന്നവരെയും ഭരണകൂടത്തെയും ഈ നിയമം കൊണ്ട് നടക്കുന്നവരെയൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ ആ രാജ്യം തന്നെ ശിഥിലമായി തീരും. അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര വിശ്വാസം കൊണ്ടാണ് ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത്. ഇതുപോലെയാണ് ഒരു കുടുംബം. ആ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസം ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. അല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു വീട്ടിൽ വാതിലടച്ച് രാത്രി കടന്നുറങ്ങും പരസ്പരം വിശ്വാസം ഇല്ലെങ്കിൽ അല്ലേ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില്, അച്ഛനും അമ്മയും കുട്ടികളും തമ്മില്, സുഹൃത്തുക്കൾ തമ്മില്, ഇങ്ങനെ ലോകത്തില് ഏറ്റവും വലിയൊരു മൂല്യമാണ് എന്ത്? വിശ്വാസം എന്നുള്ളത്. ആ വിശ്വാസത്തിന് ഭംഗം വന്നാൽ പിന്നെ ആ ബന്ധം നിലനിൽക്കില്ല, അത് ശിഥിലമായി തീരും. അത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദൃഢമായ വിശ്വാസത്തോടു കൂടി പുലരുക എന്നുള്ളത്. കാരണം ഒരു ദിവസം പോരാ. കാരണം ഏറ്റവും കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു കരാറാണ് എന്ത്? വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഈ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പല ആചാര്യന്മാരും പറയും ഭാരതീയമായ ഈ സമ്പ്രദായത്തിൽ വിവാഹമേ ഉള്ളൂ, ഈ ഡിവോഴ്സ് ഇല്ല, മാരേജേ ഉള്ളൂ, ഡിവോഴ്സ് ഇല്ല എന്ന് പറയാറുണ്ട്. കാരണം ഇന്നൊക്കെ ഡിവോഴ്സ് വളരെയധികം, വിവാഹത്തെക്കാൾ കൂടുതൽ. ഏതൊരു ആചാര്യൻ പറയണ്ടായി എന്തുകൊണ്ട് ഡിവോഴ്സ് ഉണ്ടാവണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വിവാഹം. കാരണം വിവാഹം ഉണ്ടെങ്കിൽ, മാരേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഡിവോഴ്സ് ഉണ്ടാകും. അപ്പൊ സാധാരണ നമ്മൾ ഈ ഭാരതീയ ശാസ്ത്രങ്ങളും മറ്റൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് അവിടെ ഈ വിവാഹത്തിൽ പിരിയുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലം വരെ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. പക്ഷെ വേർപിരിയലൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതിഹാസങ്ങളൊക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് ഈ നളദമയന്തിയുടെ കഥയിലും രാമായണം കഥയിലൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ പിരിയേണ്ടി വരുന്നുണ്ട്. അല്ലാതെ ഈ സാങ്കേതികമായിട്ട് പിരിയല് ഇല്ല. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഈ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആധ്യാത്മികമോ ഒക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് അവർക്ക് പരസ്പരം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നാൽ ഇന്ന് അവർക്ക് പിരിഞ്ഞു പോവാം. അപ്പൊ ആ ഒരു സാധ്യത നമ്മൾ ഈ ഒരു പുതിയ കാലത്ത് കണ്ടുപിടിച്ചതാണ്. അപ്പൊ അതിന്റെ സൂചനകള്
മാഹാത്മ്യത്തിലും മറ്റൊക്കെ കാണാം. കാരണം കലിയുഗത്തില് ഈ വിവാഹ ബന്ധമൊന്നും ഇങ്ങനെ ആജീവനാന്തം തുടരുന്ന ഒരു പദ്ധതിയായിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം. പക്ഷെ നല്ലതാണ്. കാരണം നമ്മളെന്തിനു വെറുതെ പറ്റാത്ത ഒരാളെ കൂടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നതിന്റെ ആവശ്യമില്ല. അപ്പൊ വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്തായാലും അന്നത്തെ കാലത്ത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വിവാഹം ഒരു കരാറാണ്. ആ കരാറ് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അർത്ഥമില്ല. കാരണം ഒരു കരാറ് എന്ന് പറയുന്നത് അനേകം തീരുമാനങ്ങളും അല്ലെ, അനേകം ആശയങ്ങളും അനേകം പദ്ധതികളും അനേകം ലക്ഷ്യങ്ങളും ഒക്കെ ചേർന്നതിനെയാണ് പൊതുവെ ഒരു കരാറ് എന്ന് പറയുക. അപ്പൊ ആ കരാറിൽ രണ്ടാൾക്കാർ, അതിലെ ഒന്ന് കൂടുതൽ ആൾക്കാരൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിലൊക്കെ കരാറുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ, അതുപോലെ ഈ വ്യവസായം കച്ചവടം അതിലൊക്കെ കരാറുകളുണ്ട്. അപ്പൊ ആ കരാർ വ്യവസ്ഥകൾ ലംഘിക്കാനുള്ളതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലേറ്റവും സുന്ദരമായൊരു കരാറാണെന്ത്? വിവാഹം അല്ലെ? സഹധർമ്മശര്യത. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങള് ആ മരണപര്യന്തം ഒരുമിച്ച് ജീവിച്ചോളാം എന്നുള്ളൊരു കരാറാണത്. അപ്പൊ ആ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുക എന്നുള്ളത് ശരിയല്ല. അപ്പൊ അതുകൊണ്ടാണ് പഴയ കാലത്തൊന്നും ഈ ഡിവോഴ്സ് ഉണ്ടാവാതിരുന്നത്. അപ്പൊ ഇന്നങ്ങനല്ല. ഇന്ന് ആ കരാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പൊ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ആൾക്കാർ വേണ്ട വെച്ച് പോകണം. അപ്പൊ എന്തായാലും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തത് എന്ത്? പരസ്പരമുള്ള വിശ്വാസം. അതാണ് അവിടെ വിശ്രംഭേണ. ആ വിശ്വാസം ഇല്ലെങ്കിൽ ഏത് ബന്ധവും തകരും. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവേണ്ട ആദ്യത്തെ കാര്യം പറഞ്ഞു വിശ്രംഭേണ. ആത്മശൗചേന. അവിടെ ശൗചം എന്നുള്ള വാക്കിന് യോഗശാസ്ത്രത്തിലെ ബാഹ്യാഭ്യന്തര ശൗചം, ബാഹ്യമായ ശൗചം മാത്രം പോരാ. നമ്മള് ശരീരവും ചുറ്റുപാടുകളൊക്കെ ശുചിയാക്കി വെക്കും, അത് മാത്രം പോരാന്നാണ്. നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും വാക്കിനും ഒക്കെ ശുചിത്വം ഉണ്ടാവണം. നല്ലതേ കേൾക്കാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ. ശുചിത്വത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ വിതുരമഹാശയൻ ധൃതരാഷ്ട്രക്ക് ശുചിത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വിതുരന്റെ അഭിപ്രായത്തില് സാമ്പത്തിക കാര്യങ്ങളിലുള്ള സത്യസന്ധതയാണ് ഏറ്റവും വലിയ ശുചിത്വം എന്ന് പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തുണ്ടാവില്ല? കൃത്യനിഷ്ഠയോ സത്യസന്ധതയോ ഒന്നും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ വിശ്വാസവഞ്ചന ചെയ്യാൻ പാടില്ല. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു തമാശ പറയും, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമല്ലേ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും. അപ്പോ ഈ ഭർത്താവ് കണ്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേതോ ഒരാൾ വന്നു. അപ്പൊ അയാള് എന്തോ കുറച്ച് പൈസ ഭർത്താവിന് കൊടുക്കാനുണ്ട്. അപ്പൊ ആ പൈസ ഭർത്താവ് എവിടെ ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു ഭർത്താവ് അവിടെ പറമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വൈഫിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട്, പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അയാള് പോവുകയും ചെയ്തു. ഭർത്താവ് ഇവിടുന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു നീ പൈസ രാമായണത്തിൽ വെച്ചോ. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു ഞാൻ രാമായണത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പറഞ്ഞ പൈസ. കാരണം പണ്ടൊന്നും ഇങ്ങനെ അലമാരയൊന്നും ഇല്ലല്ലോ വീട്ടിലൊന്നും. സാധാരണ നാട്ടിൻപുറത്തൊക്കെ വീട്ടിൽ എന്തെങ്കിലും പുസ്തകത്തിൻ്റെ ഇടയിലൊക്കെ ചെറിയ പൈസയും മറ്റൊക്കെ വെക്കാം. അപ്പൊ വെച്ചു. അപ്പൊ ഭർത്താവ് വിളിച്ച് ചോദിക്കുകയും ചെയ്തു നീ ഏത് പേജിലാ വെച്ചത് എന്നൊന്ന് പറയണം കേട്ടോ. അങ്ങനെ ഭാര്യ പൈസ ഒക്കെ കൊണ്ടുവച്ച് തിരിച്ചു വന്നപ്പോ ഭർത്താവ് ചോദിച്ചു നീ ഏത് പേജിലാ പൈസ വെച്ചത്? അപ്പൊ ഭാര്യ പറഞ്ഞു ഞാൻ 151 152 പേജിന്റെ ഇടയിലാണ് പൈസ വെച്ചിട്ടുള്ളത്. ഭർത്താവ് പറഞ്ഞു നീ പണ്ടേ മോഷ്ടിക്ക് എനിക്ക് തരുന്ന പൈസ ഇന്നിപ്പോ നീ മോഷ്ടിച്ചിട്ട് എവിടെയാ വെച്ചത്? അത് ഇസ്കീറ്റ് എവിടെയാ വെച്ചത്? സത്യം പറയാന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് ചോദിച്ചു ഭാര്യ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത്ര വേഗം കണ്ടുപിടിച്ചു? ഭർത്താവ് പറഞ്ഞു അത് ആലോചിക്കുക പോലും വേണ്ട. കാരണം 151 152 ഇടയിൽ നിനക്ക് ഒരിക്കലും പൈസ വെക്കാൻ സാധിക്കില്ല. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് നീ കള്ളത്തരാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയുള്ള കാര്യം. ഇപ്പൊ എന്തായാലും ഈ ആത്മശൗചേന എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിന്റെ ശുചിത്വം മാത്രമല്ല, ശരീരം നല്ല ശുചിത്വമായിട്ട് കൊണ്ടു നടക്കണം സ്ത്രീ പുരുഷന്മാരെ. ശരീരത്തിന് ദുർഗന്ധവും മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. പല്ല് തേക്കുകയും കുളിക്കുകയൊക്കെ വേണ്ടതാണ്. വൃത്തിയായിട്ട് ശരീരം കൊണ്ട് നടക്കാവും. വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിരിക്കണം. പെരുമാറുന്ന സ്ഥലമൊക്കെ വൃത്തിയായിരിക്കണം. എന്നാൽ അത് മാത്രം പോരാ, ഈ പറഞ്ഞ പോലെ ആന്തരികമായിട്ടുള്ള ശുചിത്വവും പ്രധാനമാണ്. ആന്തരിക
വിശുദ്ധിയാണ് സത്യത്തില് ബാക്കി എല്ലാത്തിനെയും വിശുദ്ധമാക്കി തീർക്കുന്നത്. അതിനാണ് പഴയ കാലത്ത് ഈ വേദാഭ്യാസവും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതും അതുപോലെ നൃത്തവും സംഗീതവും ഒക്കെ അഭ്യസിക്കുന്നതും മറ്റുമൊക്കെ. അങ്ങനെ വന്നാൽ തന്നെ പൊതുവേ ഒരടുക്കും ചിട്ടയും സൗന്ദര്യമൊക്കെ ഉണ്ടാവും. തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഈ പെണ്ണന്വേഷിക്കുന്ന സമയത്ത് കല്യാണ സന്ദർഭത്തിൽ കല്യാണത്തിന്റെ വിവാഹ സമയത്തൊക്കെ ഈ വരനും വധുവും ഒക്കെ സംഗീതം പഠിച്ചിട്ടുണ്ട്, വേദം പഠിച്ചിട്ടുണ്ട്, ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയോ, ഭരതനാട്യം അറിയോ എന്നൊക്കെ അവർ ചോദിക്കും. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നമ്മള് സാമ്പ്രദായികമായ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ശുചിത്വം ഉണ്ടാവും. കാരണം അങ്ങനെ അല്ലാതെ അത് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ, ഗൗരവം എന്നുള്ള വാക്കിന് നമ്മൾ സാധാരണ ഗൗരവം മീശയൊക്കെ പിരിച്ചിരിക്കുന്നതിനാണ് പൊതുവെ അതിൽ അയാൾ മിണ്ടുന്നില്ല, ഗൗരവ പ്രകൃതിയാണെന്ന് പറയും. ഗൗരവം എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമല്ല സത്യത്തില്. ഗൗരവം എന്ന് പറഞ്ഞാൽ മര്യാദ എന്നാണ് അർത്ഥം. മര്യാദ പാലിക്കേണ്ട സ്ഥലത്തൊക്കെ മര്യാദ പാലിക്കുക. മര്യാദ എന്നുള്ള വാക്കിന് അതിർത്തി എന്നാണ് അർത്ഥം. മര്യാദാലത എന്ന് പറഞ്ഞാൽ വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന ചെടികൾ, അതിനാണ് മര്യാദാലത എന്ന് പറയാം. നമ്മൾ വേലിയിലൊക്കെ ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കല് മര്യാദാലത. അപ്പൊ മര്യാദ എന്ന് പറഞ്ഞാൽ അതിർത്തി. നമ്മുടെ വാക്കിനും ചിന്തയ്ക്കും പ്രവൃത്തിക്കും സകലതിനും ഇങ്ങനെ കുറെ അരുതുകള് നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത്ര വരെ പോകാവൂ, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങനെ കുറെ നിബന്ധനകള്, കുറെ അരുതായ്മകള്. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അപ്പോഴേ അങ്ങനെ ജീവിക്കുന്ന സമയത്തെ ആ ജീവിതത്തിന് തന്നെ ഒരു ഗൗരവം ഉണ്ടാവുള്ളൂ. വല്ല അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അതാണ് ഇവിടെ ഗൗരവേണ. ദമേന, മതം എന്നുള്ളതിന്റെ വിപരീതമാണ് ദമം. ദമേന അടക്കം എന്നർത്ഥം. ഇന്ദ്രിയങ്ങളും മനസ്സിനെയൊക്കെ അടക്കുക. ശുശ്രൂഷയ, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛ എന്നാണ്, കേൾക്കാനുള്ള ആഗ്രഹം. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പലതും പറയാനുണ്ടാവും. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഈ പറയാനായിരിക്കും ഉത്സാഹം, കേൾക്കാൻ വലിയ ഉത്സാഹം ഉണ്ടാവില്ല. എന്നാൽ ശരിക്കും കേൾക്കാനാണ് താല്പര്യം ഉണ്ടാവേണ്ടത്. താങ്കൾ പറയൂ, ഞാൻ കേൾക്കാം അല്ലെ. മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ കേൾക്കാൻ സാധിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ പറയൂ, ഞാൻ കേൾക്കാം. അപ്പൊ നന്നായിട്ട് കേൾക്കണമെങ്കിൽ എന്താ വേണ്ടത്? ശ്രദ്ധിച്ച് വേണം പറയാൻ. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നന്നായിട്ട് പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കണമെങ്കിലോ പരസ്പരം നല്ല പ്രേമമുണ്ടെങ്കിൽ മാത്രമേ ശ്രദ്ധാപൂർവം കേൾക്കാൻ സാധിക്കൂ. കാരണം നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരനിഷ്ടമുണ്ടെങ്കിൽ ആ മറ്റേ പറയുന്നത് നമ്മൾ കേൾക്കില്ല. ഏതെങ്കിലും കാര്യം കൊണ്ട്, സൗന്ദര്യമാവാം, മറ്റ് ശാരീരികമായ എന്തെങ്കിലും കാര്യമാവാം, അയാളുടെ ജാതിയാവാം, അയാളുടെ പേഴ്സണാലിറ്റി ആവാം, അയാളുടെ സാമ്പത്തിക സ്ഥിതി ആവാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് ആ പറയുന്ന ആളെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഒരാൾ പറയണത് കേൾക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള യാതൊരു തകരാറും ഇല്ലാതെ പരമപ്രേമത്തോടു കൂടി ആ അടുത്തിരിക്കുന്ന വ്യക്തിയെ അംഗീകരിക്കാൻ സാധിച്ചാൽ മാത്രമേ അയാൾ പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാൻ സാധിക്കും. അത് പൂർണ്ണമായിട്ട് അയാൾ അംഗീകരിച്ചുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാം. താങ്കൾ പറയൂ, ഞാൻ കേൾക്കാം. അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർ പറയും, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. കുറച്ചും കൂടെ കാലം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പറയും, നാട്ടുകാർ മുഴുവൻ കേൾക്കും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ശുശ്രൂഷ എന്നുള്ള കാര്യം അവരുടെ ഇടയിൽ നടക്കണില്ല. ഇതാണ് ശ്രദ്ധാപൂർവം കേൾക്കുക. സൗഹൃദേന അല്ലെ, സൗഹൃദം, സമാന മനസ്കത എന്നൊക്കെയാണ് സൗഹൃദത്തിന് അർത്ഥം പറയാറ്. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള അർത്ഥം പറഞ്ഞാൽ പോലെ സാധാരണ നമ്മൾ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പരിചയം മാത്രമേ ഉള്ളൂ. നമുക്ക് ലോകത്തിലെ അനേക ആൾക്കാരെ പരിചയമുണ്ട്. അവരുടെ പേരും അവരുടെ ജോലിയും അവരെന്താ ചെയ്യണത് എന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നമുക്ക് വിജയങ്ങളും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരാണ് നല്ല സുഹൃത്തുക്കൾ. നല്ല സുഹൃത്ത്, അങ്ങനെ അപൂർവ സുഹൃത്തുക്കളെ ഉണ്ടാവുള്ളൂ. മറ്റതൊക്കെ പരിചയക്കാർ മാത്രമാണ്. നമ്മുടെ വിജയത്തിൽ അല്പം പോലും അസൂയ തോന്നാത്ത ആളാണ് നല്ല സുഹൃത്ത് സത്യത്തിലാണ്. അപ്പൊ പരസ്പരം നല്ല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ടാണ് ഭാഗവതത്തില്
ഈ ഭാര്യാഭർത്തൃ ബന്ധമാവട്ടെ, ഗുരുശിഷ്യ ബന്ധമാവട്ടെ, രാജാക്കന്മാരും പ്രജകളും തമ്മിലുള്ള ബന്ധമാവട്ടെ, ഇങ്ങനെ ഏത് ബന്ധം പറയുന്ന സമയത്തും അവിടെയൊക്കെ ഭാഗവതം ഈ സൗഹൃദം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം സൗഹൃദത്തിനേക്കാൾ മികച്ച ഒരു മൂല്യം, ഒരു സംഗതി വേറെയില്ല. കാരണം നല്ല സുഹൃത്തായിട്ടിരിക്കുക. കാരണം സുഹൃത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛനമ്മമാരോട് പോലും അല്ലെങ്കിൽ മക്കളോട് പോലും നമ്മൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങള് സുഹൃത്തുക്കളോട് പറയും, ചർച്ച ചെയ്യും. ആ സുഹൃത്തിന്റെ വാക്കുകളെ നമ്മൾ വളരെ വിലമതിക്കും. ഇപ്പൊ നല്ലൊരു സുഹൃത്തായിട്ടിരിക്കുക. ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവാണ് നല്ല സുഹൃത്ത്, ഭർത്താവിന് ഭാര്യയാണ് നല്ല സുഹൃത്ത്. സൗഹൃദം. വാചാമധുരയ, വാക്കിലുള്ള മാധുര്യം. വാക്കിലെ മാധുര്യം ഉണ്ടാവാൻ മധുരം വായിലിട്ട് സംസാരിച്ചാൽ പോലെ. എന്താ വാക്കിലെ മാധുര്യം? സാധാരണ സംസാരിക്കുന്ന സമയത്ത് ആ സംഭാഷണത്തില് മറ്റയാളെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, അയാളൊന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ശാരീരികവും മാനസികവും ബുദ്ധിപരവും ഒക്കെ ആയിട്ട് അയാളുടെ കൊള്ളരുതായ്മകളൊക്കെ ഒന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തി അയാളെ വേദനിപ്പിക്കുന്നതിൽ നമുക്കൊരു സന്തോഷം തോന്നും. സ്വാഭാവികമാണത്. അങ്ങനെ തോന്നാൻ പാടില്ല എന്നാണ്. ഒരു രീതിയിലും മറ്റേ ആൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കും ചിന്തിക്കാനേ പാടില്ല, പറയാൻ തീരെ പാടില്ല എന്നാണ്. അപ്പൊ അത് വളരെ പ്രയാസമാണ്. കാരണം ഇവിടെ ഈ ദേവഹൂതി ദേവി കൊട്ടാരത്തിലെ സകല സൗഭാഗ്യങ്ങളുടെയും നടുക്ക് രാജകുമാരിയായിട്ട് താമസിച്ച ആളാണ്, ഇത്രയും കാലം ജീവിച്ച ആളാണ്. കർദമൻ ഇതിൽ നിന്നൊക്കെ സർവസംഘ പരിത്യാഗിയായിട്ട് സന്യാസധർമ്മം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. രണ്ടും ഈ ജീവിതത്തിന്റെ അത്രയും വലിയ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും അവരുടെ ഇടയിൽ ആ മാനസികമായ നല്ല പൊരുത്തമുണ്ടത് കാണിക്കാനാണ് 7 കാര്യങ്ങൾ അവിടെ എടുത്ത് പറഞ്ഞത്. അതിൽ അവസാനത്തതാണ് എന്ത്? വാചാ മധുരയ, വാക്കിലുള്ള മാധുര്യം. കാരണം പറയേണ്ട കാര്യങ്ങൾ അവര്, അതായത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് കേൾക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവാത്ത രീതിയിൽ ഒരു കാര്യം പറയാലോ, ആളെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയാലോ. അപ്പൊ അങ്ങനെ വളരെ നന്നായിട്ട് അവര് പറഞ്ഞു. അങ്ങനെ അവരുടെ ദാമ്പത്യം വളരെ നന്നായിട്ട് നടക്കണു. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചു. അതാണ് അടുത്ത ശ്ലോകം. വിസൃജ്യ കാമം ദംഭം ച ദ്വേഷം ലോഭം അഖമ്മതം അപ്രമത്തോദ്യത നിത്യം തേജീയാം സമതോഷയത്. അവിടെ ഉപേക്ഷിക്കേണ്ട, വിസർജ്യ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. കാമം, ദംഭം. ദംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങച്ചാൻ, ഡംഭ് എന്ന് പറയും മലയാളത്തില്. ദ്വേഷം, ലോഭം. ലോഭം എന്ന് പറഞ്ഞാൽ ദുര, എത്ര കിട്ടിയാലും മതിയാവില്ല, ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും എനിക്ക് അധീനമായിരിക്കണം എന്നുള്ള ചിന്തക്കാണ് ലോഭം എന്ന് പറയാം. അഖം എന്ന് പറഞ്ഞാൽ പാപവാസന. പ്രമാദം പറ്റുക. പ്രമാദം എന്നുള്ള വാക്കിന് തെറ്റ്, അല്ലെ, തെറ്റ് വരുത്തുക. ജീവിതത്തില് തെറ്റ് വരുത്താതിരിക്കുകയാണ് വേണ്ടത്, അല്ലേ. ചളി ചവിട്ടിയിട്ട് കാല് കഴുകണോ? ചളി ചവിട്ടാതെ നോക്കിയാൽ പോലെ ചോദിക്കും പണ്ടുള്ള ആൾക്കാര്. അപ്പൊ ഏത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുക. അതാണ് അവിടെ അപ്രമത്തോദ്യത. പ്രമാദമൊന്നും പറ്റാതെ നോക്കുക. ഇങ്ങനെ വളരെ നന്നായിട്ട് ഈ ദേവഹൂതി ദേവി തന്റെ ദാമ്പത്യം കൊണ്ടു നടന്നു. കർദമ പ്രജാപതി വളരെ സന്തുഷ്ടനായിട്ട് പരിണമിച്ചു. ഇങ്ങനെ അതാ ഒരിക്കല് സവൈ ദേവർഷിവര്യസ്താം മാനവേം സമനുവ്രതാം ദൈവാദ്ഗരീയസ പത്വിരാശാസാന മഹാശിഷ കാലേന ഭൂയസാ ക്ഷാമാം കർശിതാമൃതചര്യ പ്രേമഗദ്ഗതയാ വാച പീഡിത കൃപയാ ബ്രവീത്. ഇങ്ങനെ ആ ദാമ്പത്യ ധർമ്മങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് തന്നെ അവര് ആ ഗൃഹസ്ഥാശ്രമത്തിന് പറഞ്ഞിട്ടുള്ള വ്രതങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള അനേകം പദ്ധതികൾ പഴയ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ നിർവഹിക്കേണ്ടതുണ്ട്. സന്ധ്യാബന്ധനം, അഗ്നിഹോത്രം, അനേകം പദ്ധതികൾ. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സത്യത്തില്. ഈശ്വര കാര്യങ്ങളൊക്കെ, പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ വിവാഹം കഴിക്കുന്നത് എന്ന് നേരത്തെ കർദമൻ പറയണ്ടായല്ലോ. അപ്പൊ പഞ്ചമഹായജ്ഞങ്ങളൊക്കെ വളരെ നന്നായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞൊരു 14 വർഷമെങ്കിലും ഈ ദമ്പതിമാർ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്നാണ്. അഷ്ടവിധ മൈഥുനത്യാഗത്തോടു കൂടി ഭാര്യ ഭർത്താക്കന്മാര് ഈ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം എന്നൊരു നിയമമുണ്ട് പഴയ കാലത്ത്. കാരണം ഭാര്യ കൂടെ ഉണ്ടെങ്കിലും ഭർത്താവ് തികച്ചും ബ്രഹ്മചാരിയായിട്ടിരിക്കുക, അതുപോലെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും ഭാര്യ ബ്രഹ്മചാരിയായിട്ടിരിക്കുക. അങ്ങനെ ജീവിച്ചാലേ അവർക്ക് മാനസികമായി നല്ല ബലം ഉണ്ടാവുള്ളൂ. അതാണ് ബ്രഹ്മചര്യം പരം ബലം എന്നാണ്. നല്ല ബലം ഉണ്ടാവാനാണ് അങ്ങനെ.
എന്നാലേ സൽസന്താനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള വ്രതങ്ങൾ, അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള യജ്ഞാദികളൊക്കെ നിർവഹിച്ച് പഞ്ചമഹായജ്ഞങ്ങളൊക്കെ ചെയ്തവർ അങ്ങനെ ആ പർണശാലയിൽ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ ഒരു ദിവസം കർദമ പ്രജാപതി തൻ്റെ ഭാര്യയെ നോക്കിയ സമയത്ത് ഇപ്പോൾ അവളുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ശരീരമൊക്കെ ആ വന്ന സമയത്തുള്ള ആ രാജകുമാരിയുടെ പകിട്ടൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിന് വളരെ വിഷമായി, സങ്കടമായി തൻ്റെ ഭാര്യയെ കണ്ട സമയത്ത്. അങ്ങനെ ഭാര്യയോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതോടുകൂടി അവരുടെ ജീവിതമാകെ മാറി മറയണം. കർദമ പ്രജാപതിയോട് മറവൊന്നുമില്ലാതെ ദേവഹൂതി ദേവി തൻ്റെ അഭിലാഷങ്ങളൊക്കെ പറയുന്നു. അതാണ് നമ്മൾ തുടർന്ന് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ 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 നാരായണ.